നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നാറിൽ ജനവാസ മേഖലകളും തോട്ടം മേഖലകളും ഉൾപ്പെടുത്തി 17,066.49 ഏക്കർ ഭൂമി വനമാക്കാനുള്ള അന്തിമ നടപടികളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ജില്ലയുടെ ആകെ ഭൂവിസ്തൃതിയുടെ പകുതിയിലേറെ വനമാണ്. ഇത് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണ് ഇടതു സർക്കാർ നടത്തുന്നതെന്നും ബിജോ മാണി. 7 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പ് ഇനിയും യാഥാർത്ഥ്യമായില്ല. വനം വകുപ്പിന്റെ കടുംപിടുത്തമാണ് പദ്ധതിക്ക് തിരിച്ചടിയായതെന്ന് പീരുമേട് MLA വാടൂർ സോമൻ. ഇടുക്കി അപ്പർ ചെങ്കുളം വൈദ്യുതി പദ്ധതിക്കായുള്ള ടണൽ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ. ഉഗ്രസ്ഫോടനത്തോടെയുള്ള പാറഖനനം മൂലം മേഖലയിൽ ജീവിക്കാനാവാത്ത സാഹചര്യമെന്ന ആരോപണം. പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വെള്ളത്തൂവൽ എൽക്കുന്ന് നിവാസികൾ. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ പരിമിതമായ സൗകര്യത്തിലെന്ന് പരാതി. 2 വർഷം മുമ്പ് പുതുതായി സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം പോലും ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ പ്രതിഷേധത്തിനൊരുങ്ങി പ്രതിപക്ഷ പാർട്ടികൾ. വിശദമായ വാർത്തകൾ. മൂന്നാറിൽ ജനവാസ മേഖലകളും തോട്ടം മേഖലകളും ഉൾപ്പെടുത്തി 17,066.49 ഏക്കർ ഭൂമി വനമാക്കാനുള്ള അന്തിമ നടപടികളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ജില്ലയുടെ ആകെ ഭൂവിസ്തൃതിയുടെ പകുതിയിലേറെ വനമാണ്. ഇത് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണ് ഇടതു സർക്കാർ നടത്തുന്നതെന്നും ബിജോ മാണി കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജില്ലയിൽ 1 ഇഞ്ച് പോലും വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രസംഗിക്കുകയും അതീവ രഹസ്യമായി ജനവാസ മേഖലകൾ വനമാക്കി മാറ്റുകയുമാണ് ഇടതു സർക്കാർ ചെയ്യുന്നത്. ജില്ലയിലെ ഇടതു നേതാക്കൾ ഇതിന് ഒത്താശ ചെയ്യുകയാണ്. വനംവകുപ്പിന്റെ 2021-22 വർഷത്തെ ഭരണ റിപ്പോർട്ടിൽ മൂന്നാർ ഡിവിഷന് കീഴിൽ സംരക്ഷിത വനമാക്കാനുള്ള 71.999 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഈ ഭൂമി എവിടെയാണെന്ന് ചോദിച്ച് വിവരാവകാശ നിയമപ്രകാരം മൂന്നാർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ അപേക്ഷ നൽകിയപ്പോഴാണ് ഈ റിസർവിന്റെ കാര്യം പുറത്തറിയുന്നതെന്ന് ബിജോ മാണി പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റിസർവ് ഫോറസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും. ഇപ്പം തന്നെ മൂന്നാറിൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. ഇപ്പം തൊഴിലാളി ലയങ്ങളുടെ അടുത്ത് വരെ കാട്ടാനകളും മറ്റു വന്യമൃഗങ്ങളും വന്ന് അവിടെ തൊഴിലാളികളെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്, പരിക്കേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്യജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മരണപ്പെട്ടത് വനം വകുപ്പിന്റെ മൂന്നാർ ഡിവിഷനും ദേവഗൺ ഡിവിഷനും കീഴിലാണ്. അപ്പം ദിനം പ്രതി വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്ന കാട്ടാനകളുടെ ആക്രമണം മൂലം നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുള്ള മൂന്നാറിലും അതുപോലെ തന്നെ ദേവികുളം ഫോറസ്റ്റ് ഡിവിഷനും കീഴിൽ ഇത്തരം ഒരു റിസർവ് ഫോറസ്റ്റ് വന്നു കഴിയുമ്പോൾ അവിടെ തോട്ടം തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത സുവിശേഷം ഉണ്ടാകുന്ന യാതൊരു സംശയമില്ല. കാരണം വന്യജീവി ആക്രമണം വർദ്ധിക്കും. എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്ന് സംരക്ഷിത വനമുണ്ടായാൽ വന്യജീവി ശല്യം കാരണം ഈ പ്രദേശങ്ങളിൽ ജനജീവിതം അസാധ്യമായി മാറും. 10,000-കണക്കിന് തോട്ടം തൊഴിലാളികളെയാകും ഇത് പ്രതികൂലമായി ബാധിക്കുക. മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള ബ്ലോക്ക് നമ്പർ 16 ഭൂമിയും പള്ളിവാസൽ, കാന്തല്ലൂർ, വട്ടവട വില്ലേജുകളുടെ അതിർത്തി വരെയുള്ള തോട്ടങ്ങൾ ഒഴികെയുള്ള ഭൂമിയും കരട് വിജ്ഞാപന പ്രകാരം സംരക്ഷിത വനമാണ്. മൂന്നാർ ഗവൺമെന്റ് കോളേജും സർക്കാർ ക്വാർട്ടേഴ്സും സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് നമ്പർ 53 ഇതിൽ ഉൾപ്പെടും. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിനംപ്രതി വരുന്ന മൂന്നാർ ടൗണിന് ചുറ്റും സംരക്ഷിത വനമാക്കിയാണ് ഇടതു സർക്കാർ കരട് വിജ്ഞാപനമിറക്കിയിരിക്കുന്നത്. കണ്ണൻദേവൻ റിസർവിന്റെ അന്തിമ വിജ്ഞാപനമിറങ്ങിയാൽ മൂന്നാറിൽ നിന്ന് ജനങ്ങൾ കുടിയിറങ്ങേണ്ടി വരും. അടിയന്തരമായി കണ്ണൻദേവൻ റിസർവിന്റെ തുടർ നടപടികൾ നിർത്തിവെച്ച് കരട് വിജ്ഞാപനം റദ്ദു ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബിജോ മാണി ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവരും പങ്കെടുത്തു. 7 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പ് ഇനിയും യാഥാർത്ഥ്യമായില്ല. വനം വകുപ്പിന്റെ കടുംപിടുത്തമാണ് പദ്ധതിക്ക് തിരിച്ചടിയായതെന്ന് പീരുമേട് MLA വാടൂർ സോമൻ ആരോപിച്ചു. NCC കേഡറ്റുകളുടെ പരിശീലനത്തിനായി 2017 വണ്ടിപ്പെരിയാർ സത്രത്തിൽ 12 ഏക്കർ സ്ഥലത്ത് 12 കോടി രൂപ മുതൽ മുടക്കിൽ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് 90% നിർമ്മാണവും പൂർത്തിയാക്കി. മണ്ണിടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കാൻ 6,30,00,000 രൂപയും അനുവദിച്ചു. എയർ സ്ട്രിപ്പിലേക്കുള്ള 400 മീറ്റർ പാതയിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് തർക്കമായതെന്ന് പീരുമേട് MLA വാടൂർ സോമൻ പറഞ്ഞു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ NCC ആണ്. ഈ NCC നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 90% പൂർത്തിയായി. 2 വിമാനങ്ങൾ അവിടെ ഇറങ്ങി പരീക്ഷണ പറക്കൽ നടത്തി. അത് വിജയകരമാണെന്ന് കണ്ടു. ഈ സന്ദർഭത്തിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടേക്കുള്ള റോഡ് 400 മീറ്റർ പണിയുന്നതിന് തടസ്സവാദം ഉന്നയിച്ചത്. ഇതിനോട് ആർക്കും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്.
ഇടുക്കിയിലും പമ്പ, ശബരിമല എന്നിവിടങ്ങളിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ചെറു വിമാനങ്ങളും ഹെലികോപ്റ്ററും സത്രം എയർ സ്ട്രിപ്പിൽ ഇറക്കാമെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ശബരിമല തീർത്ഥാടന കാലത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് എയർ സ്ട്രിപ്പ് സജ്ജമാക്കാൻ ജില്ലാ കളക്ടർ NCC അഡീഷണൽ ഡയറക്ടർ ജനറലിന് കത്ത് നൽകിയിരുന്നു. ഇക്കാര്യം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെ NCCയും രേഖാമൂലം അറിയിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള കത്തിൽ പക്ഷേ തുടർ നടപടികളുണ്ടായില്ല. എയർ സ്ട്രിപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നിരുന്നു. എന്നാൽ ഈ യോഗ തീരുമാനവും നടപ്പാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കുന്നതായി വാഴൂർ സോമൻ MLA ആരോപിച്ചു. ഇടുക്കി അപ്പർചെങ്കുളം വൈദ്യുതി പദ്ധതിക്കായുള്ള ടണൽ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ. ഉഗ്രസ്ഫോടനത്തോടെയുള്ള പാറഖനനം മൂലം മേഖലയിൽ ജീവിക്കാനാവാത്ത സാഹചര്യമെന്നാണ് ആരോപണം. വെള്ളത്തൂവൽ, എൽക്കുന്ന് നിവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പർചെങ്കുളം പദ്ധതിക്കായി വൻ മലയ്ക്ക് കുറുകെയാണ് ടണൽ നിർമ്മിക്കുന്നത്. മേഖലയിലെ പാറ തുരന്ന ടണൽ നിർമ്മിക്കുന്നതിനായി മാസങ്ങളായി ഖനനം നടക്കുന്നുണ്ട്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പാറ പൊട്ടിക്കുന്നത്. ഉഗ്രസ്ഫോടനത്തോടെ തുടർച്ചയായി പാറ പൊട്ടിക്കുന്നത് മൂലം നിരവധി വീടുകൾക്ക് വിള്ളൽ ഏറ്റു. വീടുകൾക്ക് മുകളിൽ കല്ലുകൾ പതിച്ച സംഭവവും ഉണ്ടായെന്ന് നാട്ടുകാർ പറയുന്നു. അപ്പർചെങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ടണൽ നിർമ്മാണത്തിന്റെ പാറ പൊട്ടിക്കലിൽ ഞങ്ങളുടെ വീടിനും സ്വത്തിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് പരാതികൾ പലയിടത്തും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളൊന്നും പുറത്തോട്ടൊന്നും വന്നിട്ടില്ല. ഭയങ്കര തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ പ്രയോഗിക്കുന്നതിൻ്റെ പേരിലാണ് 200, 250, 300, 350 വരെ ദൂരമുള്ള വീടുകളുടെ മേളിലേക്ക് പാറക്കഷ്ണങ്ങൾ തെറിച്ചു വീണിട്ടുള്ളത്. ശാസ്ത്രീയമായ പാറഖനനത്തിലൂടെ പരിസരവാസികൾക്കും പ്രദേശത്തിലെ ജലസ്രോതസ്സുകൾക്കും നാശം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പാറഖനനം ലൈസൻസിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലൈസൻസ് കട്ട് ചെയ്ത് വേറെ നല്ല എ ക്ലാസ് ലൈസൻസിയെ കൊണ്ട് പാറ പൊട്ടിപ്പിക്കുന്നതിനും നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോഗിച്ചുകൊണ്ട് പാറ ഖനനം ചെയ്യുന്നതിനും അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഉഗ്രശബ്ദത്തിലുള്ള സ്ഫോടനം മൂലം വീട്ടിലിരിക്കാൻ പോലും ആകാത്ത സാഹചര്യമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒരേ സമയം നിരവധി സ്ഫോടനങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും ഖനനത്തിന് ആധുനിക മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും കരാറുകാർ നടപടി സ്വീകരിച്ചിട്ടില്ല. പദ്ധതിക്കെതിരെയല്ലെന്നും എന്നാൽ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്താൻ ഇടപെടൽ ഉണ്ടാവണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ പരിമിതമായ സൗകര്യത്തിലെന്ന് പരാതി. 2 വർഷം മുമ്പ് പുതുതായി സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം പോലും ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് 10,000 ലിറ്റർ സംഭരണ ശേഷിയുള്ളതാണ്. ഈ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ ICU, കാഷ്വാലിറ്റി വാർഡുകൾ എന്നിവിടങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയൂ. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്ലാന്റിൽ ഓക്സിജൻ നിറയ്ക്കാൻ വാഹനം എത്തിക്കാൻ സൗകര്യമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സെപ്റ്റംബറിൽ കമ്പനിയുമായുള്ള കരാർ അവസാനിക്കും. കരാർ അവസാനിച്ചാൽ പ്ലാന്റിൽ ഓക്സിജൻ ഫിൽ ചെയ്ത് നൽകില്ലെന്ന് കാണിച്ച് സൂപ്രണ്ടിന് കമ്പനി കത്തും നൽകിയിട്ടുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ശോചിയാവസ്ഥ ഈ വരും നാളുകളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ കുറേ ആയിട്ട് ഓരോ മേഖലകളിലും ഇടുക്കി മെഡിക്കൽ കോളേജിന് ശോചിയാവസ്ഥ മാത്രമേ ഉള്ളൂ. കുറച്ച് ബിൽഡിങ്ങുകൾ പണിതൊഴിച്ചാൽ ഒരു പ്രവർത്തനവും നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു PHC സെൻറ്ററിലുള്ള ഒരു ഫെസിലിറ്റി പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജ് മാറി. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഓക്സിജൻ പ്ലാന്റിലേക്ക് അത് ഓക്സിജൻ കൊണ്ടുവരുന്ന വണ്ടി കയറി ചെല്ലാത്ത ഒരു സ്ഥിതിയിലാണിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ദുരവസ്ഥ മാറിയിട്ടുള്ളത്. 2 മാസവും കൂടെ കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ കരാർ കാലാവധി തീരുകയാണ്. അപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജ് പോകുന്ന സ്ഥിതി വന്നിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അടിയന്തരമായി സർക്കാർ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇടുക്കിയുടെ മന്ത്രി റോഷി അഗസ്റ്റിന് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ആശുപത്രിയിൽ 11 kV ഫീഡർ ട്രാൻസ്ഫോമർ സിസ്റ്റം സ്ഥാപിക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് സ്ഥാപിച്ചാൽ മാത്രമേ സെൻട്രലൈസ്ഡ് AC അടക്കം പ്രവർത്തിപ്പിക്കുവാൻ കഴിയൂ. നിലവിൽ ജില്ലാ ആശുപത്രിയുടെ സൗകര്യങ്ങൾ മാത്രമാണുള്ളതെന്നും പേരിൽ മാത്രമാണ് മെഡിക്കൽ കോളേജെന്നും ആരോപണമുന്നയിച്ച പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. കാഞ്ചാർ വെള്ളിലാങ്കണ്ടത്ത് നിന്നും ഏലക്ക മോഷണം പോയതായി പരാതി. മാമ്പളയിൽ റോയിയുടെ കൃഷിയിടത്തിൽ നിന്നുമാണ്
50 കിലോയോളം ഏലയ്ക്ക മോഷണം പോയത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായി റോയി പറഞ്ഞു. വെള്ളിലാങ്കണ്ടം ലബ്ബക്കട ബൈപ്പാസ് റോഡ് കടന്നുപോകുന്ന വഴിയിൽ മാമ്പ്ലാളയിൽ റോയിയുടെ കൃഷിയിടത്തിൽ നിന്നുമാണ് ഏലയ്ക്ക മോഷണം പോയത്. കൃഷിയിടത്തിൽ കായെടുക്കാനെത്തിയ ജോലിക്കാരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. തുടർന്ന് ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു. 30ഓളം ചെടികളിൽ നിന്നുമായി 50 കിലോയോളം ഏലയ്ക്ക മോഷണം പോയി. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായി റോയി പറഞ്ഞു. കാഞ്ചാർ പഞ്ചായത്ത് 14-ാം വാർഡ് തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ പൊതുവെ ഏലകൃഷി ചെയ്തു വരികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കായെടുക്കാൻ പറമ്പിൽ വെള്ളം ഒഴിക്കാൻ കയറിയപ്പോൾ 10-30ഓളം ചെടിയിൽ ഒറ്റ കാ പോലില്ല, പിഞ്ചടക്കം പറിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അതായത് ചരം ചെത്തിയിട്ടില്ല, ഒന്നുമില്ല. എൻ്റെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒറ്റ കായില്ല. 30 ചെടിക്ക് മുകളിലുണ്ട്. ഏകദേശം 19 കിലോ കായോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് എന്നെ സംബന്ധിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യങ്ങൾ പോലീസ് അധികാരികളും അതുപോലെ കച്ചവടക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സംശയാസ്പദമായിട്ട് ആരെങ്കിലും ഏലക്ക കൊണ്ടുവരികയോ മറ്റു കാര്യങ്ങൾ ചെയ്താൽ അവരെ നോട്ട് ചെയ്യണം, കാര്യങ്ങൾ സ്റ്റേഷനിൽ അറിയിക്കണം. കാരണം ഇതുപോലെ ഈ ചെലവ് വഹിച്ച് ഈ കൃഷി ചെയ്യുന്ന കർഷകർ ഇതുപോലെ കായങ്ങൾ മോഷണം പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കാര്യമായ നടപടികൾ സ്വീകരിക്കണം, അധികാരികൾ കാര്യമായ നടപടികൾ സ്വീകരിക്കണം. അതുപോലെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അടുത്തിടെ ഈ മേഖലയിൽ ഏലക്ക മോഷണം വ്യാപകമായിരിക്കുകയാണ്. ഏലക്കായ്ക്ക് വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ശരം ഉൾപ്പെടെ മുറിച്ചു കടത്തുന്ന അവസ്ഥയാണ് നിലവിൽ. മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് മരുന്നും ജീവനക്കാരെയും എത്തിച്ച് കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്ന ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് UDF രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലക്കാനം CHC പടിക്കൽ 2ാം ഘട്ട ധർണ നടത്തി. KPCC അംഗം R ബാലൻപിള്ള സമരം ഉദ്ഘാടനം ചെയ്തു. 38 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ആശുപത്രിയിൽ വർഷാവർഷം ലക്ഷക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതല്ലാതെ സ്റ്റാഫ് പാറ്റേൺ പൂർത്തിയാക്കി മരുന്നുകൾ എത്തിച്ച് കിടത്തി ചികിത്സ പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത്. ഡോക്ടർ ഇല്ലാതെ ആശുപത്രി നിരവധി ദിവസം അടച്ചിട്ടതിനെ തുടർന്നാണ് UDF രണ്ടാമതും സമരം നടത്തിയത്. മുല്ലക്കാനം കിഴക്കേക്കവലിൽ നിന്നും ആരംഭിച്ച പ്രകടനം CHC കവാടത്തിൽ പോലീസ് തടഞ്ഞു. പാവങ്ങളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് മുല്ലക്കാനം ആശുപത്രിയിൽ ബ്ലോക്കുമില്ല, ജില്ലയുമില്ല. UDF ചെയർമാൻ CB കൊച്ചുവെള്ളാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം KPCC അംഗം R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. UDF 2ാം ഘട്ട സമരമായത്. ഒരു മാസം മുമ്പ് മുല്ലക്കാനം ടൗണിൽ ധർണ നടത്തിക്കൊണ്ട് 2 മണിക്കൂറോളം ഞങ്ങളവിടെ വിശദീകരണ യോഗങ്ങൾ നടത്തുകയുണ്ടായി. അന്നേരങ്ങളിൽ ചെറിയ മാറ്റം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഈ ആശുപത്രിയെ ഓരോ ദിവസം ചെല്ലും തോറും ഇതിനകത്തെ മെഡിക്കൽ ഓഫീസ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുക എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നിട്ട് കാര്യമില്ല. അവർക്ക് ചെയ്യുന്ന തൊഴിലിനോടെങ്കിലും ഒരു ആത്മാർത്ഥത. എന്തിനു വേണ്ടിയാണ് ഞാനിവിടെ വന്ന് ജോലി ചെയ്യുന്നത്, എന്തിനാണ് സർക്കാർ എന്നെ സേവനത്തിന് ഹൈറേഞ്ചിലേക്ക് വിട്ടിരിക്കുന്നത് എന്നാൽ ഉത്തരവാദിത്ത ബോധം മറന്നുകൊണ്ട് ഈ ആശുപത്രിയിൽ ഓരോ ദിവസവും ആശുപത്രിയുടെ മരണമണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലേക്ക് ഇവിടുത്തെ ജീവനക്കാർ ഭരണസമിതിയും മുന്നോട്ട് വെക്കൊണ്ടിരിക്കുക, മത്സരിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഭാഗത്തോടെ മത്സരിക്കുന്നു, മെഡിക്കൽ ഓഫീസർ മറ്റൊരു ഭാഗത്തോടെ മത്സരിക്കുന്നു. MLA പ്രഖ്യാപനവും കൊണ്ട് നടക്കുക. ഇത് താലൂക്ക് ആശുപത്രിയെ ഉയർത്തുമെന്ന് MLA പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. കൺവീനർ ജോഷി കന്യാക്കുഴി, OS ജോസഫ്, നേതാക്കളായ ചാക്കോ നടുക്കുടി, ജോസ് ചിറ്റടി, സുധീർ കോട്ടക്കുടി, KS ശിവൻ, MP ജോസ്, ഷാജി അമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CATU നടത്തുന്ന സമരപ്രചരണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. സംഘടനാ ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ ക്യാപ്റ്റനും സംസ്ഥാന സെക്രട്ടറി R ഹരിദാസ് വൈസ് ക്യാപ്റ്റനും സംസ്ഥാന ട്രഷറർ PA ജോജോ മാനേജറുമായിട്ടുള്ള ജാഥയ്ക്കാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകിയത്. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITU ഫെബ്രുവരി 4-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കുകയാണ്. ഇതിനു മുന്നോടിയായിട്ടാണ് സമരപ്രചരണ ജാഥ നടന്നുവരുന്നത്. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, LDR NPS കുടിശ്ശിക പൂർണ്ണമായി അടച്ചു തീർക്കുക, മിനിമം ഡ്യൂട്ടി മാനദണ്ഡത്തിൽ വാർഷിക ഇൻക്രിമെന്റ് നിഷേധിക്കുന്നത് പിൻവലിക്കുക തുടങ്ങി 12ഓളം മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ നടത്തുന്നത്.
ജനുവരി 15 കാസർഗോഡ് നിന്നും CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ജാഥ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് കട്ടപ്പനയിലെത്തിയത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തകർ മാലയിട്ട് ജാഥ അംഗങ്ങളെ സ്വീകരിച്ചു. തൊഴിലാളികളുടെ പ്രധാന ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായി ശക്തമായ സമരങ്ങൾ നടത്തുമെന്ന് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ജാഥ ക്യാപ്റ്റനും KSRT എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ ഹണി ബാലചന്ദ്രൻ പറഞ്ഞു. സ്വയം പര്യാപ്ത സ്ഥാപനമാക്കി മാറ്റണം, ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടുമാണ് ഈ വരുന്ന 1-ാം തീയതി ഫെബ്രുവരി മാസം 1-ാം തീയതി സെക്രട്ടേറിയറ്റ് പരിധിയിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ചും കൂട്ടായ്മയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. തൊഴിലാളികളുടെ പ്രധാന ആവശ്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം ശമ്പളം കിട്ടുക എന്നുള്ളത്. ആ ശമ്പളം എല്ലാ മാസവും മുടങ്ങാതെ കൃത്യസമയത്ത് ലഭിക്കുക എന്നുള്ളതാണ് ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ജീവനക്കാരെ സംബന്ധിച്ച് 2 തവണകളായിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. എംപ്ലോയീസ് അസോസിയേഷൻ ശക്തമായി സമരം രംഗത്തേക്ക്. സമരം എല്ലാ മാസവും ഉണ്ടായിരുന്നു. സമരം ഏറ്റെടുക്കുക മാത്രമല്ല, ഇതിനൊരു പരിഹാരം കൂടി നിർദ്ദേശിച്ച ഏക സംഘടനയാണ് KSRT എംപ്ലോയീസ് അസോസിയേഷൻ. ജാഥ വൈസ് ക്യാപ്റ്റൻ R ഹരിദാസ്, മാനേജർ PA ജോജോ, ജാഥ അംഗങ്ങളായ S സുജിത്, K സന്തോഷ്, SR നിരീഷ്, P റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 27 റേഷൻ വ്യാപാരികൾ നടത്തുന്ന സമരത്തിന് മുന്നോടിയായി പീരുമേട് താലൂക്ക് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം വണ്ടിപ്പെരിയാറിൽ നടന്നു. പീരുമേട് താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും അന്നേ ദിവസം കടകളടച്ച് കുട്ടിക്കാനത്ത് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 5000 രൂപ ശമ്പളം വാങ്ങുന്ന റേഷൻ വ്യാപാരികൾക്ക് കെട്ടിട വാടക, കരണ്ട് ബില്ല്, തൊഴിലാളികളുടെ കൂലി എന്നിവയ്ക്ക് പുറമെ ഭാരിച്ച ബാധ്യതകൾ നേരിടുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന ശമ്പളമായി 30,000 രൂപ അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ജനുവരി 27 സംസ്ഥാന വ്യാപകമായി സമരം നടത്തുന്നത്. ഇതിനു മുന്നോടിയായിട്ടാണ് പീരുമേട് താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം വണ്ടിപ്പെരിയാറിൽ നടന്നത്. AKRRDA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് അഴകംപ്രയിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. റേഷൻ വ്യാപാര രംഗത്ത് മെഷീനും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഈ പോസ്റ്റ് മെഷീനിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു 7 വർഷക്കാലങ്ങളായി നമ്മുടെ ഇത് വർദ്ധിപ്പിച്ചു തരാം, കൂലി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരമുണ്ടായി. നമ്മുടെ എല്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാക്കന്മാരുമായിട്ട് മന്ത്രിതലത്തിലുള്ള ചർച്ചകൾ പല പ്രാവശ്യമായിട്ട് നടന്നു. പക്ഷേ എങ്കിൽ പോലും നാളിതുവരെ നമ്മുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ള അവസ്ഥ. മാത്രമല്ല 3 മാസത്തെ ശമ്പളം തന്നെ ഈ ജനുവരി 30 ആകുമ്പോഴത്തേന് 3 മാസത്തെ ശമ്പളവും കൂടി ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തിയതാണ്. മാത്രമല്ല ഇന്ന് ഒരു തൊഴിൽ കൂലിവേലയ്ക്ക് പോയാൽ പോലും 800 രൂപ അല്ലെങ്കിൽ 900 രൂപ 1000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരള സംസ്ഥാനത്തുണ്ട്. പക്ഷേ റേഷൻ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3ാം കിട പൗരന്മാരായിട്ടാണ് ഇന്ന് റേഷൻ വ്യാപാരികളെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് PA അബ്ദുൾ റഷീദ് സമരാവശ്യങ്ങളുടെ വിശദീകരണം നടത്തി. KREO CITU ജില്ലാ സെക്രട്ടറി മണി, ജില്ലാ പ്രസിഡന്റ് S സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 27 നടത്തുന്ന കടയടപ്പ് സമരത്തിന് മുന്നോടിയായി കുട്ടിക്കാനം സപ്ലൈ ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി. റിസർവ് വനത്തിൽ തോക്കുകളുമായി അതിക്രമിച്ചു കടന്ന് നായാട്ടിന് ശ്രമിച്ച 4-അംഗ സംഘത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് കടന്നു കളഞ്ഞ 3 പേർ കുട്ടിക്കാനം മുറിഞ്ഞപുഴ വനം വകുപ്പ് ഓഫീസിൽ കീഴടങ്ങി. ഇവരെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ജനുവരി 13 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രതികൾ കീഴടങ്ങിയത്. പെരുവന്താനം പുറക്കയം വടകര വീട്ടിൽ ഡൊമിനിക് ജോസഫ് ആദ്യം തന്നെ നാടൻ തോക്കുമായി അറസ്റ്റിലായിരുന്നു. ജോസഫിന്റെ കൂടെയുണ്ടായിരുന്ന മറ്റു 3 പേർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കണ്ടയുടനെ ഓടി രക്ഷപ്പെട്ടു. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടന്നുവരുന്നതിനിടെയാണ് മുറിഞ്ഞപുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഇവർ കീഴടങ്ങിയത്. കൂട്ടുപ്രതികളായ മാത്യു CM, സൈജു, സനീഷ് എന്നിവരാണ് കീഴടങ്ങിയത്. ഇവരെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വനവകുപ്പിന്റെ കോട്ടയം ഡിവിഷനിലെ എരുമേലി റേഞ്ചിൽപ്പെട്ട മുറിഞ്ഞപുഴ സ്റ്റേഷൻ പരിധിയിലെ റാന്നി റിസർവ് വനത്തിൽ തോക്കുകളുമായി 4 പേരാണ് അതിക്രമിച്ച് കടന്ന് നായാട്ടിന് ശ്രമിച്ചത്. കഴിഞ്ഞ ജനുവരി 13 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഈ സമയം പെട്രോളിംഗ് കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ഇവർ പെടുകയായിരുന്നു.
കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ശുചിമുറി മാലിന്യം റോഡിലൂടെ ഒഴുകുന്നതായി പരാതി. പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ സെപ്റ്റിക് ടാങ്കിന് സമീപത്തു നിന്നുമാണ് മലിനജലം ഒഴുകുന്നത്. ഇതോടെ വ്യാപാരികളടക്കം പ്രതിഷേധവുമായി രംഗത്തു വന്നു. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ പോകുന്ന പാതയിലേക്കാണ് മലിനജലം ഒഴുകുന്നത്. പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുമാണ് ഇത്തരത്തിൽ ജലം ഒഴുകുന്നതെന്നാണ് പരാതി. ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ മലിനജലം ഒഴുകുന്നുണ്ട്. വലിയ തോതിൽ ദുർഗന്ധം വമിച്ചതോടെ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തി. മറ്റപ്പള്ളി ബിൽഡിങ്ങിന്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ പഴയ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്നുള്ള മാലിന്യ വേസ്റ്റ് ഒഴുകി വന്ന് ഞങ്ങളുടെ ഷോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയും വളരെയധികം ദുർഗന്ധമാണ് ഇവിടെ വമിക്കുന്നത്. ഇവിടെ കാൽനട യാത്രക്കാരുണ്ട്, ബസ് യാത്രക്കാർ, ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ ഈ ശോചനീയ അവസ്ഥ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അധികൃതരുടെ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ദുർഗന്ധം രൂക്ഷമായതോടെ പലരും മാസ്ക് വെച്ചാണ് സ്ഥാപനത്തിലിരിക്കുന്നത്. നഗരസഭാ അധികൃതരെ വിവരമറിയിച്ചിട്ടും സംഭവത്തിൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും പരാതിയുണ്ട്. ശുചിത്വ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നഗരസഭാ അധികൃതരുടെ കൺമുമ്പിൽ തന്നെയാണ് ഇത്തരത്തിൽ മാലിന്യം ഒഴുകുന്നത്. സംഭവത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് BJP. ഒരു ദുർഗന്ധം മൂലം ഇതിനെ നടക്കാനോ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റത്തില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കട്ടപ്പന നഗരസഭ ഇതുപോലെ ശുചിത്വം പാലിക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പല ആൾക്കാരുടെയും സെപ്റ്റിക് ടാങ്കിലെ ഹോസ് ഇട്ടേക്കുന്നത്, പൈപ്പ് ഇട്ടേക്കുന്നത് മൊത്തം ഈ ഓടകളിലാണ് ഇട്ടേക്കുന്നത്. അത് നീക്കം ചെയ്യാൻ ഇവിടുത്തെ നഗരസഭ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി BJP രംഗത്തുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി കാൽനട യാത്രക്കാർ പോകുന്ന പാതയിലാണ് മലിനജലം ഒഴുകുന്നത്. ഇത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനടക്കം കാരണമായേക്കാം. നഗരസഭ ആരോഗ്യ വിഭാഗം മലിനീകരണ പ്രശ്നം പരിഹരിക്കുകയും ഉത്തരവാദികൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. മൂന്നാറിൽ ഹൈടെക് നിലവാരത്തിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് നടപടി വേണമെന്ന ആവശ്യം. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിൽ നട്ടം തിരിയുകയാണ് മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ്. യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ നാളുകളായി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തെ ടാക്സി സ്റ്റാൻഡിനുള്ളിലാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. 2018 BSNL ഓഫീസിന് സമീപത്ത് നിന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് ബസ് സ്റ്റാൻഡ് മാറ്റി സ്ഥാപിച്ചത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൂന്നാർ. എന്നാൽ 100 കണക്കിന് ആളുകൾ വന്നു പോകുന്ന മൂന്നാറിൽ മതിയാം വിധമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇനിയും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. അസൗകര്യങ്ങളുടെ നടുവിലാണ് നിലവിൽ മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. 3-4 ബസ്സുകൾ മാത്രം നിർത്തിയിടാൻ സൗകര്യമുള്ള സ്റ്റാൻഡിലെ തിരക്ക് പലപ്പോഴും വാക്ക് തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട്. ടാക്സി ജീപ്പുകളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്നതിനാൽ വളരെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നത്. ശുചിമുറി കോംപ്ലക്സോടുകൂടി ഹൈടെക് നിലവാരത്തിൽ മൂന്നാറിൽ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. നിലവിൽ മൂന്നാറിൽ ഒരു ബസ് സ്റ്റാൻഡ് എന്നത് ഒരു സ്വപ്നമായി മാത്രം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പല കമ്മിറ്റികളിലും ഈ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല തീരുമാനങ്ങൾ എടുത്താലും എന്നാൽ നാളിതുവരെ അത് നിലവിൽ വന്നിട്ടില്ല. നമുക്കറിയാം, പല യാത്രക്കാരും വഴിയോരങ്ങളിൽ ഈ മഴയത്തും വെയിലത്തും നനഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതേപോലെ തന്നെ ബസ് യാത്രക്കാർ അവരുടെ അടിസ്ഥാന ആവശ്യമായ ടോയ്ലറ്റിനൊക്കെ പോകണമെങ്കിൽ 200-500 മീറ്ററൊക്കെ നടന്നു പോയിട്ട് വേണം തിരിച്ച് വന്ന് ബസ്സിൽ കയറാനായിട്ട്. അങ്ങനെ സർക്കാരും അതേപോലെ തന്നെ പഞ്ചായത്തും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഒരു നല്ല ഹൈടെക് രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആ ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിനും ഉടനടി തന്നെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യാത്രക്കാർക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങൾ നിലവിലെ ബസ് സ്റ്റാൻഡിലില്ല. സദാസമയവും തിരക്കേറിയ സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. ഇടയ്ക്ക് സ്വകാര്യ ബസ് സ്റ്റാൻഡ് ലക്ഷ്മി റോഡിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് ടൗണിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിവസേന 100 കണക്കിന് ആളുകൾ മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നുണ്ട്. മെച്ചപ്പെട്ട നിലവാരത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് ഈ യാത്രക്കാരെയൊക്കെയും വലയ്ക്കുന്നുണ്ട്. മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ശോചനീയാവസ്ഥയിൽ. തകർന്നു കിടക്കുന്ന റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകൾ അടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി. മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത്. റോഡിൽ നിരവധി ഇടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ജനറൽ ഹോസ്പിറ്റൽ റൂട്ടാണ്. ഈ റൂട്ടിൽ ആൾക്കാർ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുക. എവിടെ നോക്കിയാലും കട്ട കുളിയും വല്ലതും ഒരു രോഗികളെ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇത് എത്രയും വളരെ പെട്ടെന്ന് ഇത് എന്തെങ്കിലും ശരിയാക്കി കൊടുക്കണമെന്ന് ഞങ്ങളെ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കൊടുത്തിട്ട് കുറേ നാളുകളായി.
ഇതുവരെയായിട്ടും ഇതുവരെ നന്നാക്കാനോ പിടിക്കാനോ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ പാവം ഈ ഓട്ടോക്കാർ മാറ്റി കൊടുത്ത് എല്ലാ പണിയൊക്കെ ചെയ്ത് കൊണ്ടു നടക്കുക. ഇത് ആരെങ്കിലും നോക്കി ശ്രദ്ധയിൽപ്പെടുത്തി ഈ റോഡ് ഒന്ന് നന്നാക്കുവാണ്. തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹന യാത്രികരും മറ്റ് ചെറുവാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നു പോകുന്നത്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട്. ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം. ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഹിയറിംഗ് നടത്തി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾ അറിയുന്നതിനും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പരാതികളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച കാര്യക്ഷമമായി പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്തിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിയത്. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും ഉള്ള തൊഴിലാളികൾ ഹിയറിംഗിൽ പങ്കെടുത്തു. വനിതാ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം ചെയ്തു. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പദ്ധതി രൂപീകരിക്കുന്നതിനും അത് നമ്മുടെ നാട്ടിൽ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിന് കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ അടുത്ത കാലത്തായി നമുക്ക് പല പഞ്ചായത്തുകളിലും അല്ലെ തൊഴിലിടങ്ങളിലൊക്കെ പോകുമ്പോൾ ആളുകൾ പറയുന്നത് മാസത്തിൽ 2 മസ്റ്ററോൾ കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രൈബൽ മേഖലയിലെ 200 തൊഴിൽ കൊടുക്കുന്ന സംവിധാനം നമുക്കിപ്പോൾ കേരളത്തിലുണ്ട്. ആ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ജനവിഭാഗങ്ങളെ പരമാവധി തൊഴിൽ നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൂടി നമ്മൾ പ്രവർത്തനം സംഘടിപ്പിക്കേണ്ടതുണ്ട്. സമയബന്ധിതമായി അതിനാവശ്യമായ ഇടപെടൽ നടത്തി ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി പരമാവധി ആളുകൾക്ക് തൊഴിലും അതോടൊപ്പം തന്നെ തുച്ഛമായെങ്കിൽ പോലും ഉള്ള വരുമാനം സമയങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തേണ്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ, വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, ICDS സൂപ്പർവൈസർ മേരിക്കുട്ടി മാണി, ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ മാലിനി, കട്ടപ്പന BPO ബേബി, വർഗീസ് M, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹൈസ്കൂളിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസും സെൽഫ് ഡിഫൻസ് പരിശീലനവും സംഘടിപ്പിച്ചു. SPC കോർഡിനേറ്റർ അജി അരവിന്ദ് ക്ലാസ് നയിച്ചു. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നതിനും പെൺകുട്ടികൾക്കായി സെൽഫ് ഡിഫൻസ് പരിശീലനം നൽകുന്നതിനുമായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കായുള്ള മോട്ടിവേഷൻ ക്ലാസ് SPC കോർഡിനേറ്റർ അജി അരവിന്ദ് നയിച്ചു. തന്റെ അച്ഛനും അമ്മയും മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കപ്പെടരുത്, മറ്റുള്ളവരാലും ഞാനാലും സങ്കടപ്പെടരുത് എന്ന് ആശിക്കുന്നത് അവൻ പുത്രൻ, അവൾ പുത്രി. മകനെ നീ ഭൂമിയിലേക്ക് ചെന്ന് നിന്റെ പ്രായത്തിലുള്ള എല്ലാവരോടും പറയൂ, ഈ ലോകത്തിലെ ഏറ്റവും നല്ല പുത്രന്മാരും പുത്രിമാരും ആകാൻ. ഈ ജെറോം സ്കൂളിലുള്ള ഈ എൻ്റെ ക്ലാസ് ഇത്രയും നേരം കേട്ടിരുന്ന പ്രിയപ്പെട്ട എല്ലാ പുത്രന്മാരോടും പുത്രിമാരോടും, നിങ്ങൾ പുത്രന്മാരും പുത്രിമാരുമാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുക, നിങ്ങളുടെ അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കുക, അവരുടെ പ്രതീക്ഷകൾക്കൊപ്പം പോവുക. ജില്ലാ പോലീസ് സെൽഫ് ഡിഫൻസ് ASI ബിന്ദു TG, ASI സോഫിയ KS, SCPO ബിന്ദുമോൾ TG, SPC ട്രെയിനർ സനീഷ് സോമൻ എന്നിവർ സെൽഫ് ഡിഫൻസ് പരിശീലനം നൽകി. ജില്ലയിലെ മുഴുവൻ സ്കൂളിലും കോളേജിലും പെൺകുട്ടികൾക്ക് വേണ്ടി വുമൺ സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വെള്ളയാങ്കുടി സ്കൂളിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ DCRP DSP അദ്ദേഹത്തിൻ്റെ കോർഡിനേറ്ററിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇടുക്കിയിലെ 4 വനിതാ പോലീസുകാർ, അതിൽ 3 പേരാണ് ഈ ക്ലാസ്സിനുള്ളത്. 4 പേരും എല്ലാ സ്കൂളിലും എല്ലാ കോളേജിലും പോയി മുഴുവൻ പെൺകുട്ടികൾക്കും ഈ ക്ലാസ് അല്ലെങ്കിൽ സ്വയം പ്രതിരോധത്തിൻ്റെ ഒരു പരിശീലന പ്രോഗ്രാം അല്ലെങ്കിൽ പരിശീലനം നൽകുന്നതിൻ്റെ ഉദ്ദേശത്തോടെയാണ് ഈ ക്ലാസ് നടത്തുന്നത്. പെൺകുട്ടികൾ ദൈനംദിന ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങളിൽ നിന്നും സ്വയരക്ഷ നേടുന്നതോടൊപ്പം കായികവും മാനസികവും സാമൂഹികവുമായ പ്രതിരോധ തന്ത്രങ്ങൾ അഭ്യസിക്കുന്നതിനായാണ് വുമൺ സെൽഫ് ഡിഫൻസ് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ, ഗ്ലോബിറ്റ് ജോസഫ്, ജെയ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ജനുവരി 21 മുതൽ 26 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ജനുവരി 21 മുതൽ 26 വരെയാണ് നടക്കുന്നത്. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിൽ, സഹവികാരി ഫാദർ ജോസഫ് ബെഞ്ചമിൻ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുനാൾ കൊടിയേറ്റി.
മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും വിശുദ്ധ സെബസ്ത്യാനോസിലൂടെ വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി രൂപപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. തുടർന്ന് നടന്ന ദിവ്യബലിക്കും നൊവേനയ്ക്കും പാമ്പനാർ SH ഇടവക വികാരി ഫാദർ ടോണി മുട്ടൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വരുന്ന 5 ദിവസവും വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. 26-ാം തീയതി തിരുനാൾ ദിവസം രാവിലെ 9 മണിക്ക് ജപമാല, തിരുനാൾ ദിവ്യബലി, തുടർന്ന് പ്രദക്ഷിണം, വിശുദ്ധ കുർബാന, ആശീർവാദം, കൊടിയിറക്ക് എന്നിവ നടക്കും. തുടർന്ന് സ്നേഹവിരുന്നോടെയാണ് തിരുനാൾ സമാപിക്കുക. സമാപന ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് വിജയപുരം രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ആന്റണി ജോർജ് പാട്ടപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവക സമിതി സെക്രട്ടറി സ്റ്റെലിൻ കല്ലറയ്ക്കൽ, തിരുനാൾ കൺവീനർ ക്രിസ്റ്റഫർ കാരംകാട്ടിൽ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഹൈറേഞ്ച് മേഖലയിൽ നിന്നും നെൽകൃഷി അന്യമാകുമ്പോൾ ചുരുക്കം ചില കർഷകർ ഇപ്പോഴും നെൽകൃഷി ഉപേക്ഷിക്കാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. എന്നാൽ നെൽകൃഷി തുടരുമ്പോഴും തങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നുവെന്ന് ഈ കർഷകർ പറയുന്നു. നെല്ല് വിറ്റഴിക്കാനുള്ള വിപണിയും കൃഷി പരിചരണ ചെലവുമെല്ലാം നെൽകർഷകർക്ക് വെല്ലുവിളിയാകുന്നു. ഇക്കാര്യങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ചുരുക്കം ചില പാടശേഖരങ്ങളിൽ മാത്രമാണ് ഹൈറേഞ്ച് മേഖലയിൽ ഇപ്പോൾ നെൽകൃഷി നടന്നു വരുന്നത്. മുമ്പുണ്ടായിരുന്ന നെൽകർഷകർ പലരും കൃഷിയിൽ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞു. വിവിധ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇപ്പോഴും നെൽകൃഷി തുടർന്നു പോരുന്ന കർഷകർ മുമ്പോട്ട് പോകുന്നത്. വിത്തിറക്കി പരിചരിച്ച് കൊയ്തെടുക്കുമ്പോൾ പലപ്പോഴും നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് കർഷകർക്ക് മിച്ചം ലഭിക്കുക. വിവിധ വെല്ലുവിളികൾ കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. വിളവെടുക്കുന്ന നെല്ല് കൃത്യമായി വിറ്റഴിക്കാനുള്ള വിപണിയുടെ കുറവ് വെല്ലുവിളിയാണ്. കൃഷി പരിചരണത്തിന് വേണ്ടുന്ന തൊഴിലാളികളുടെ ലഭ്യതക്കുറവ്, തൊഴിലാളികളുടെ കൂലി എന്നിവയും നെൽകർഷകർക്ക് പ്രതിസന്ധിയാകുന്നു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് നെൽകർഷകർ പറയുന്നു. കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ ഇത് കൃഷി ചെയ്യാൻ, തരിശുഭൂമി കൃഷി ചെയ്താൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നും നിങ്ങളെ സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഈ 10 വർഷമായി ഈ കൃഷി നടത്തിക്കൊണ്ട് പോകുന്നു. കാര്യമായ രീതിയിലുള്ള ഒരു ആനുകൂല്യങ്ങളും കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം കൃഷിക്ക് അപേക്ഷ വെച്ചതിന് തന്നെ 12,000 രൂപ മുടക്കിയാണ് ഞാൻ അപേക്ഷ വെച്ചത്. 1 രൂപ പോലും കിട്ടിയിട്ടില്ല, ഒരു കക്ക പോലും തന്നിട്ടില്ല. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഒരു തൊഴിലുറപ്പിൽപ്പെടുത്തി ഒരു പണിക്കൂലി പോലും കിട്ടാനുള്ളൊരു സംവിധാനം അവരും ചെയ്തിട്ടില്ല. വരും കാലങ്ങളിൽ ഈ കൃഷി മുമ്പോട്ട് പോകണമെങ്കിൽ ഇവരുടെയൊക്കെ സഹായമില്ലെങ്കിൽ ഈ വർഷത്തോടുകൂടി ഈ പാടം വീണ്ടും കാട് കയറി പോകുള്ളൂ. ഞങ്ങൾ ആരും കൃഷി ചെയ്യാൻ തയ്യാറല്ല. ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് മതിയാംവിധമുള്ള പിന്തുണയും സഹായവും നെൽകർഷകർക്ക് ലഭിക്കുന്നില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും കാട്ടുമൃഗശല്യവും നെൽകർഷകർ നേരിടുന്ന വെല്ലുവിളികൾ തന്നെ. നിലവിലെ സ്ഥിതിയിൽ മുമ്പോട്ട് പോയാൽ അവശേഷിക്കുന്ന ആളുകളും നെൽകൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുമെന്നും കർഷകർ പറയുന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കിയിൽ വിയറ്റ്നാം വരാൽ കൃഷി പരിചയപ്പെടുത്തുകയാണ് മലപ്പുറത്തു നിന്നുള്ള യുവ കർഷകർ. രാജകുമാരി പാടശേഖരത്താണ് ഇവർ പരീക്ഷണാടിസ്ഥാനത്തിൽ മത്സ്യകൃഷി ഇറക്കിയിരിക്കുന്നത്. ഹൈറേഞ്ചിൽ ആദ്യമായാണ് വിയറ്റ്നാം വരാൽ വ്യാപകമായി വളർത്തുന്നത്. തണുപ്പുള്ള കാലാവസ്ഥയിൽ അതിവേഗം വളരുന്നവയാണ് വിയറ്റ്നാം വരാലുകൾ. 6 മാസം കൊണ്ട് ഒരു വരാൽ കുഞ്ഞ് 1 കിലോ വരെ തൂക്കം വയ്ക്കും. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ ജാഫർ കിഴക്കേതിൽ, സുനിൽ ദാസ് എന്നിവരാണ് രാജകുമാരിയിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് വരാൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് ഇട്ടിട്ടുള്ളത് വിയറ്റ്നാം വരാലാണ്. ഇത് നമ്മളെ നാടൻ വരാലിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ലൈവ് മറ്റേ പെല്ലറ്റ് തീറ്റെടുക്കുന്ന ഇതാണ്, ട്രെയിൻ ചെയ്ത വരാൽ കുഞ്ഞുങ്ങളാണ്. ഇത് വിയറ്റ്നാം വരാൽ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വരാലാണ്. 6 മാസം കൊണ്ട് നമുക്ക് ഏകദേശം 60% 1 കിലോ കിട്ടും. ഇടുക്കിയിൽ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് വേറെ അറിവൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ ഈ കുളത്തിലൊന്ന് ഫസ്റ്റ് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടിയത് കൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള മീനുകളിട്ട്. ഇത് ഏകദേശം 6 മാസം കൊണ്ട് ഒരു 60-70% 1 കിലോ വരും. പിന്നെ 600-800 ആ ലെവലിൽ വരും.
ഹൈദരാബാദിൽ നിന്നുമാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിച്ചത്. 6 കുളങ്ങളിലായി 12,000 കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. കടുത്ത തണുപ്പിനെ അതിജീവിക്കുന്ന ഇവയ്ക്ക് പ്രതിരോധ ശേഷിയും കൂടുതലുണ്ടെന്നാണ് വിലയിരുത്തൽ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സൗത്ത് ഇന്ത്യൻ കാർഡമം ഓൺലൈൻ ഓപ്ഷൻ ഏലക്ക ലേല വിവരം. ആകലോട്ട് 233, വിൽപ്പനയ്ക്ക് വന്നത് 62,887, വിൽപ്പന നടന്നത് 60,267, കൂടിയ വില 3,216, ശരാശരി വില 3,012. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 635 രൂപ, ഏലം കൂടിയ വില 2,950, ശരാശരി വില 2,800, കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 900, കൊക്കോ 170, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,525 രൂപ, വെള്ളി 104. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിൽ ജനവാസ മേഖലകളും തോട്ടം മേഖലകളും ഉൾപ്പെടുത്തി 17,066.49 ഏക്കർ ഭൂമി വനമാക്കാനുള്ള അന്തിമ നടപടികളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ജില്ലയുടെ ആകെ ഭൂവിസ്തൃതിയുടെ പകുതിയിലേറെ വനമാണ്. ഇത് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണ് ഇടതു സർക്കാർ നടത്തുന്നതെന്നും ബിജോ മാണി. 7 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പ് ഇനിയും യാഥാർത്ഥ്യമായില്ല. വനം വകുപ്പിന്റെ കടുംപിടുത്തമാണ് പദ്ധതിക്ക് തിരിച്ചടിയായതെന്ന് പീരുമേട് MLA വാടൂർ സോമൻ. ഇടുക്കി അപ്പർ ചെങ്കുളം വൈദ്യുതി പദ്ധതിക്കായുള്ള ടണൽ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ. ഉഗ്രസ്ഫോടനത്തോടെയുള്ള പാറഖനനം മൂലം മേഖലയിൽ ജീവിക്കാനാവാത്ത സാഹചര്യമെന്ന ആരോപണം. പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വെള്ളത്തൂവൽ എൽക്കുന്ന് നിവാസികൾ. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ പരിമിതമായ സൗകര്യത്തിലെന്ന പരാതി. 2 വർഷം മുമ്പ് പുതുതായി സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം പോലും ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ പ്രതിഷേധത്തിനൊരുങ്ങി പ്രതിപക്ഷ പാർട്ടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.